തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 2025 രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണവും അവസാനിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന കൊട്ടിക്കലാശം മുന്നണികൾ പരമാവധി ആവേശഭരിതമാക്കി. ഇനി അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനുള്ള നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 2025 ഭാഗമായുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 11-നാണ് വോട്ടർമാർ വിധിയെഴുതുക. ഇതിന്റെ മുന്നോടിയായി നടത്തിവന്ന ആഴ്ചകൾ നീണ്ട പരസ്യ പ്രചരണമാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ കൊടിയിറങ്ങിയത്. വാദ്യമേളങ്ങളും ബാൻഡ് മേളങ്ങളും പാട്ടും പാരടിയുമെല്ലാമായി കൊട്ടിക്കലാശം ഓരോ മുന്നണികളും പങ്കാളിത്തം കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും പരമാവധി ആഘോഷമാക്കി. കാസർഗോഡ് ജില്ലയിലെ ഓരോ കേന്ദ്രങ്ങളിലും കവലകളിലും ജനാധിപത്യത്തിന്റെ ഉത്സവക്കാഴ്ചകൾ കളം പിടിച്ചു. ഓരോ വാർഡുകളിലെയും പൊതുവഴികളിലൂടെയും ഊടുവഴികളിലൂടെയും അനൗൺസ്മെന്റ് വാഹനങ്ങൾ വോട്ടുകൾ തേടി ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും റോഡ് ഷോകൾക്കാണ് നാടും നഗരവും ഒരുപോലെ സാക്ഷ്യം വഹിച്ചത്. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പ്രമുഖ നേതാക്കൾ തന്നെ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി കലാശക്കൊട്ടിന് നേതൃത്വം നൽകി. വൈകിട്ട് 6 മണിയോടെ മുന്നണികളെല്ലാം പരസ്യപ്രചാരണത്തിന് പര്യവസാനം കുറിച്ചു. എല്ലായിടങ്ങളിലും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ സജീവ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. ഓരോ ഇടങ്ങളിലെയും സ്ഥിതിഗതികൾ കൂട്ടിയും കുറച്ചും വിലയിരുത്തി അടിയൊഴുക്കുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം രാപ്പകൽ ഭേദമന്യേ സദാസമയവും ജാഗരൂകരാകും. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഡിസംബർ 10, 11 തീയതികളിലും വോട്ടെണ്ണൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ 13-നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും കൂടിയായ ജില്ലാ കലക്ടർ K. ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന 158 അംഗൻവാടി സെന്ററുകൾക്കും അവധി ബാധകമാണ്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.